കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രമാണ് തണ്ണോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ. രാവണേശ്വരം കളരിക്കാൽ മുളകുന്ന ക്ഷേത്രമല്ലേ, അവിടുത്തെ ആൾക്കാർ ബന്ധമുണ്ടോ? അവര് ഇവിടെ പൂരത്തിന് കുളിക്കാനിവിടെ, കലശം കുളിക്കാനിവിടെ. ഒരു വർഷം അവര് പൂച്ചക്കാട്ടേക്ക് പോയി. പിന്നെ അവിടെ പ്രശ്നം വെക്കുമ്പോ തണ്ണോട്ടപ്പന്റെ അടുത്ത് തന്നെ പോകണം. നിങ്ങൾ തണ്ണോട്ടപ്പന്റെ ഭൂമിയാണ്. തണ്ണീരില് നാട്, തണ്ണോട്ട് നാടിന്റെ ഒരു പേരിനും ക്ഷേത്രത്തിന് ബന്ധമുണ്ടല്ലേ. ഹായ്, വൈശുബ്രാണ്. എൻ്റെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾക്കുള്ളത് തണ്ണോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. നമുക്ക് ഇവിടുത്തെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും പറയാനുണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ഞാൻ യൂട്യൂബറാണ്. വിജയേട്ടൻ ഒന്ന് പറ്റിവിട് തരൂ. എന്നുവെച്ചാല് വിജയനാണ്. എൻ്റെ വീട് ഇവിടെ സമീപത്താണ് ക്ഷേത്രത്തില്. കൃഷിപ്പണിയാണ്, ക്ഷീരകർഷകൻ. അമ്പലത്തിന്റെ മുൻ ട്രസ്റ്റി ബോർഡ് അംഗം, ഇപ്പോ ഈ ഊട്ടുപുര നിർമ്മാണ കമ്മിറ്റി കൺവീനർ. പിന്നെ കമ്മിറ്റിയിൽ വന്ന് ഇപ്പോ ഊട്ടുപുര നിർമ്മാണത്തിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ ഇവിടെ ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രമാണ് തണ്ണോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചിത്താരിപ്പുഴയുടെ കൈവഴിയുടെ സമീപത്താണ് ഈ ക്ഷേത്രം. വയലും അങ്ങനെ നല്ല ഒരു പ്രകൃതിയുടെ ഒരു വരദാനത്താൽ ഉണ്ടായ ഒരു ക്ഷേത്രമാണത്. പിന്നെ ഇവിടെ പൂജ കർമ്മങ്ങൾ രാവിലെ 7 മണിക്ക് നട തുറന്ന് 7:15 ഉഷപൂജ, 9 മണിയാകുമ്പോൾ ഉച്ചപൂജ. ഉച്ചപൂജയാണ് കഴിഞ്ഞു. ഉച്ചക്കായിട്ട് പ്രത്യേക പൂജയില്ല. 9 മണിക്ക് ഉച്ചപൂജ. പിന്നെ വൈകുന്നേരം 6 മണിക്ക് നട തുറക്കും. പിന്നെ 6:30 ദീപാരാധന, 7 മണിക്ക് അത്ത അഴുപൂജ. പിന്നെ 7:05 7:10 അടക്കും ക്ഷേത്രം. നിത്യ പൂജ. ഈ ക്ഷേത്രം ഇവിടെ എത്തിയ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും സ്റ്റാർട്ടിങ്? അത് പണ്ട് കാലത്ത് കുടിയേറി വന്നതാണ്. വടക്കുന്ന് കുടിയേറി വന്ന ഏകദേശം എത്ര വർഷം ഉണ്ടോ? 700 വർഷങ്ങൾ. 700 വർഷമുണ്ട് പഴക്കം. അപ്പൊ ഇവർക്ക് ഇക്കേരി രാജവംശത്തിന്റെ ഇവിടെ കോട്ട കിട്ടുന്ന സമയത്തിലെ ആൾക്കാർ, കർണാടകക്കാർ, ക്ഷത്രിയർ, അവരെല്ലാം വന്ന് ആ സമയത്ത് തന്നെ ആയി ക്ഷേത്രം. അത്രയും വർഷം പഴക്കമുണ്ട്. അപ്പൊ അവര് കുടിയേറി വന്ന് പിന്നെ ഇവിടെ കന്നുകാലിയിലുണ്ടായി. അത് ചത്തൊടുങ്ങുന്ന ഇങ്ങനെ അസുഖം വന്നിട്ട് അപ്പൊ ഒരു പ്രശ്നം വെച്ചിട്ടാകുമ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഇവിടുന്ന് മുക്കൂർ വന്നിട്ട് ഇവിടെ തടാകം ഉണ്ടായിരുന്നല്ലോ, വെള്ളം നിൽക്കുന്ന തടാകം, വയലില്. അപ്പൊ പിന്നെയാണ് വയലിലുണ്ടാക്കിയത്. അപ്പൊ അതില് വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പേര് തണ്ണോട്ട്. തണ്ണീരില് നാട്, തണ്ണോട്ട്. നാടിന്റെ ഒരു പേരിനും തണ്ണീർ ക്ഷേത്രത്തിന് ബന്ധമുണ്ടല്ലേ. തണ്ണോട്ടിന്റെ പേര് തണ്ണീർ ഓടുന്ന നാട്. തണ്ണീരില് വെള്ളമില്ല സ്ഥലം, ഉറവില്ല സ്ഥലം. അപ്പൊ അതില് പ്രശ്നം വെച്ചിട്ടാകുമ്പോ അവിടെ നോക്കി അവിടെ ഒരു ഇത് കിട്ടി. അങ്ങനെ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് ഓരോ ആൾക്കാർ കൈമാറി വന്നു. പിന്നീട് വന്നത് നമ്മുടെ അരവത്ത് തന്ത്രിമാണ്. രാജഭരണം വന്നില്ലേ, പിന്നെ രാജാക്കന്മാരെ ഭരണം. അപ്പൊ നാട്ടുരാജാവ് അയാളല്ലേ തന്ത്രി. അപ്പൊ ഇവിടെ നമുക്ക് കൃഷി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാരലായി കൊടുക്കണം. ക്ഷേത്രം അയാള്. ക്ഷേത്രം ഇത് മാത്രമല്ല, അച്ചേരി, ഇവിടെ തച്ചങ്ങാട്, കരിപ്പോടി, ഇത് അങ്ങനെ 5 ക്ഷേത്രങ്ങളുണ്ട് അവർക്ക്. ഇതിന്റെ അത് അച്ചേരി മഹാവിഷ്ണു ക്ഷേത്രം. അപ്പൊ അങ്ങനെ 5 ക്ഷേത്രം ഈ തന്ത്രിയുടെ കീഴിലുണ്ടായി. അന്ന് നാട്ട് രാജഭരണമല്ലേ. അപ്പൊ പിന്നീട് ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഈ 400 സ്ഥലമാണ് എല്ലാവർക്കും വെച്ച് അവരൊരു ഭൂപരിഷ്കരണം വന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് കിട്ടിയല്ലോ. പിന്നെ 400 സ്ഥലമൊന്നുമില്ല. അപ്പൊ ക്ഷേത്രം പിന്നെ അവര് പാരമ്പര്യമായിട്ട് ഈ ക്ഷേത്രം അങ്ങനെ കൊണ്ടുപോകുന്നു. പിന്നീട് നാട്ടുകാർക്ക് അങ്ങനെ വിട്ടു തന്നു. അപ്പോൾ അയാള് പാരമ്പര്യ ട്രസ്റ്റിയും വേറെ ഒരു 3 പേര് ട്രസ്റ്റിയിൽ അംഗങ്ങളായിരുന്നു. ഇപ്പൊ ഭരണസമിതി അങ്ങനെയാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴില് ഇപ്പൊ മുമ്പേ അങ്ങനെ ആയിരിക്കും? അല്ല, ഇപ്പൊ ഊർക്കുണ്ടാകുമ്പോഴുണ്ട്. തച്ചങ്ങാട്ടില് താമര തന്ത്രി കുറെ വർഷം ഉണ്ടാവും. അത് ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം, മലബാർ ദേവസ്വം വന്നതിന് ശേഷം ഈ സംഭവം ഇതിന്റെ കമ്മിറ്റിക്കാർ വെച്ചാൽ ഈ ചുറ്റുപാടുകളൊക്കെ പുറത്തുള്ള ആൾക്കാരുണ്ടോ? നമ്മുടെ ഈ രാമേശ്വരം നാട്ടിൽ ഏകദേശം കവർ ചെയ്യുന്നത് അങ്ങോട്ടില്ല. നമുക്ക് പുല്ലാഞ്ചിക്കുഴി, പാടിക്കാനോ, കുന്നമങ്ങാനോ, കളിയങ്ങാനോ, സെറ്റിൽമെന്റ് സ്കീം, വെള്ളംതൊട്ട, അങ്ങനെ ആയിരിക്കും അല്ലേ.
ഈ നമ്മൾ പണ്ട് ക്ഷേത്രത്തിന്റെ ഈ പരിധി നമ്മുടെ നാട്ടിന്റെ ആ ക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പുറത്തുള്ള ഒരു ആരും ഇങ്ങനെ ഇത് എല്ലാരും സഹകരിക്കേണ്ടതാണ്. ഈ ക്ഷേത്രമായിട്ട് ഇത് മഹാവിഷ്ണു ക്ഷേത്രമല്ലേ, വേറെ എവിടെ ഇല്ല. ഇത് കഴിഞ്ഞാൽ അങ്ങ് പൂച്ചക്കാട്ടേ ഉള്ളൂ. ഇതിന്റെ അതേ സംഭവം പൂച്ചക്കാട്ടിലത്. പൂച്ചക്കാട്ട് മഹാവിഷ്ണു ഇതേ സംഭവിക്കും അല്ലേ. അവിടെ ടിപ്പ് വന്നിട്ടെല്ലാം നാശാക്കി, കിണറിലെല്ലാം വിളിച്ചത്. നമ്മുടെ രാവണേശ്വരം കളരിക്കാൽ മുളകുന്ന ക്ഷേത്രമല്ലേ, അവിടുത്തെ ആൾക്കാർ ഇന്ന് ബന്ധമുണ്ടോ? അവര് ഇവിടെ പൂരത്തിന് കുളിക്കാനിവിടെ, കലശം കുളിക്കാനിവിടെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കുളിച്ചിട്ട് പോണത്. ഒരു വർഷം അവര് പൂച്ചക്കാട്ടേക്ക് പോയി. പിന്നെ അവിടെ പ്രശ്നം വെക്കുമ്പോ തണ്ണോട്ടപ്പന്റെ അടുത്ത് തന്നെ പോകണമെന്ന്. തണ്ണോട്ടപ്പന്റെ ഭൂമിയാണ് ഇതെല്ലാം. തണ്ണോട്ടപ്പൻ പറയുന്നല്ലേ. തണ്ണോട്ടപ്പൻ. അപ്പൊ അവിടെ ഇവിടെ തന്നെ പോകണം നടത്തി. അതിനുശേഷം അത് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കണം അവര്. അച്ഛന്മാർ കമ്മിറ്റി കയറും. കമ്മിറ്റിക്കാരൻ വരും, ഒന്നിച്ച് കൂടെ വരും വണ്ടി. രാവിലെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കുളിച്ചിട്ട് പ്രാർത്ഥിക്കും. ഇവിടുന്ന് കുളിക്കണം. ചിലപ്പോ കുളിച്ചിട്ട് വരും. ഇപ്പൊ ഒരു കുളം അങ്ങനെയുണ്ടല്ലേ. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവര് പോകും. അതൊരു വർഷം വന്നിട്ടാന്ന് പറഞ്ഞത്. ഞാനവിടെ പോയി പ്രശ്നമൊക്കെ പറഞ്ഞിന്. ഒരു പൂച്ചക്കാട്ട് പോയിരുന്നു. അപ്പൊ ഈ കമ്മിറ്റിയെല്ലാം വരുമ്പോ മാറി മാറി പിന്നെ അവിടെ പ്രശ്നം വെക്കുമ്പോ വർഷമായിട്ട് പിന്നെ പിന്നെ ഇവിടെ തന്നെ വരും. പിന്നെ ഇവിടെ നിന്ന് കണ്ണോടന്നെ പോണെന്ന് പറഞ്ഞു. അല്ല, എല്ലാ ശക്തിയും ഒന്നാണെങ്കിലേ നമുക്ക് അടുത്തുള്ളത് ഈ സംഭവം ആയിരിക്കില്ലേ. അത് കുറച്ച് ദൂരല്ലേ. പുഴയെല്ലാം കടന്നില്ല. അത് വേറെ പ്രദേശമായല്ലേ. ഇതിന്റെ ഭാഗമായിട്ട് ഇതന്നെ ഇതേ ഭൂമിയല്ലേ ഇത് മൊത്തത്തില്. ഇവിടെ വനിതാ കമ്മിറ്റിയും മാതൃസമിതി ഉണ്ട്. പിന്നെ സംരക്ഷണ സമിതി ഉണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ട്. ട്രസ്റ്റിംഗ് ബോർഡ് കൂടാതെ അതുപോലെ ഉണ്ട്. ട്രസ്റ്റ് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോ നമ്മ ഇവിടുത്തെ ഒരു അക്കൗണ്ട് ഉണ്ട്, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അത് ഇവിടെ കാനറ ബാങ്കിൽ അക്കൗണ്ട്. നമ്മൾ ഈ ബണ്ണാരം എണ്ണുമ്പോ ഒരു ദേവസ്വം ബോർഡിൽ ഒരാള് വരും. അപ്പൊ അവര് എണ്ണുമ്പോ സീൽ വെച്ച് ബണ്ണാരാണ്. അപ്പൊ അവർ എത്ര തിട്ടപ്പെടുത്തിയിട്ട് എത്ര പൈസ ഉണ്ടെന്ന് മിനിസിലെല്ലാം രേഖപ്പെടുത്തിട്ട് ഒപ്പിട്ടിട്ട് ശാന്തിക്കാരൻ്റെ ഒപ്പിടണം. ട്രസ്റ്റി അംഗങ്ങളെ ഒപ്പെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ അവര് പോവും. ഇവിടുന്ന് എത്ര പൈസ, അപ്പൊ അത് നമ്മളവിടെ കൊണ്ടിട്ട് അടക്കണം ബാങ്കിൽ, കാനറ ബാങ്കിൽ പൈസ അടക്കണം. ഇതിന് പിന്നെ ഒരു ദിവസത്തെ ഒരു മാസത്തെ നിത്യപൂജയ്ക്ക് ചെലവുണ്ടല്ലോ. അതിന് പിന്നെ പച്ചരി വേണം, 30 കിലോ പച്ചരി, പിന്നെ വെല്ലം, പിന്നെ മലര്, ഒരു മാസത്തേക്ക് ഒന്നിച്ച് വാങ്ങിക്കും. അപ്പൊ അത് വിഡ്രോ ചെയ്യാൻ മതി. ആ പൈസ അവിടുന്ന് വിഡ്രോ ചെയ്യാം. പിന്നെ ഇവിടെ വഴിപാട് കൗണ്ടറുണ്ട്. വഴിപാട് കഴിച്ചാൽ ഇത്ര പൈസ, ഷെയറുണ്ട്. ശാന്തിക്കാരന് ഷെയർ ഉണ്ട്. പുഷ്പാഞ്ജലി കഴിച്ചാൽ ഇത്ര പൈസ, ഒരു 20 റുപ്യ ഉണ്ടെങ്കിൽ ഒരു 10 റുപ്യ അയക്ക്. ബാക്കി സാധനമെല്ലാം ഉണ്ടാക്കുന്ന ആളല്ലേ, വഴിപാടിനും അങ്ങനെ അതിന് ഷെയർ ഉണ്ട് അയക്ക്. അപ്പൊ ആ വഴിപാട് റെസിറ്റ് നമ്മൾ ഇതില് അടക്കണം. ദേവസ്വം ബോർഡിന്റെ കീഴായോണ്ട് ഇപ്പോ എല്ലാ എമൗണ്ടും ഫുൾ അവർക്ക് തന്നെ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഷെയർ സംഭവം ഉണ്ടോ ഇവിടെ കിട്ടുന്ന? അത് ശാന്തിക്കാരന് ഷെയർ ഉണ്ട് ഈ വഴിപാടില്. അത് അവര് കൊടുക്കാം. ദേവസ്വം ബോർഡില് അധികാരമില്ല. ദേവസ്വം ബോർഡിന് ബാക്കിയുള്ള പൈസ ദേവസ്വം ബോർഡിലേക്ക് വരും. ഇപ്പൊ ഇവിടെ പൂജ ചെയ്യുന്ന ശാന്തി അവർ രണ്ടാൾക്കാരില്ലേ, അച്ഛനും മോനായിരിക്കില്ലേ, അവർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഇതിനെ കൊടുക്കേണ്ട പൈസ നിങ്ങളാണോ അതോ ദേവസ്വം ബോർഡാണോ? ദേവസ്വം ബോർഡ് ഒരു 80% നമ്മ ദേവസ്വം ബോർഡിൽ കിട്ടും. ബാക്കി 20% നമ്മൾ വിഡ്രോ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ എടുത്ത വരുന്ന സംഭവത്തിന് അവർ കൊടുക്കണം. പിന്നെ ഓണത്തിന് ഉത്സവത്താണ്ട് 10,000 രൂപ കിട്ടും, അവർ കൊടുക്കും. അതെല്ലാം വിഡ്രോ ചെയ്തിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാം. ചെക്ക് തിരികെ കളിയാട്ട സമയത്ത് നടക്കുന്ന 25,000 രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് തരും. അത്രയൊന്നും പോരല്ല. ബാക്കി ഒരു പരിപാടി നടത്തണമെങ്കിൽ ബാക്കിയെല്ലാം നാട്ടിൽ നിന്ന് ആൾക്കാരോട് പൂർണ്ണമായിട്ടും അധികാരം ഉണ്ടല്ലോ ദേവസ്വം ബോർഡിന്. ഇല്ല, അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര ചെലവ്, അത്ര ഇത് ഡിഗ്രേഡ് ആകുമ്പല്ലോ വരുമാനം കുറവ്. അവര് BCD അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ തൃക്കണ്ണാട് ഏറ്റവും വരുമാനല്ലേ, അത് അവിടെ പോകണം നല്ല ചെയ്യും. അതെ, അല്ല അക്കൗണ്ടിൽ തന്നെ പൈസ എടുക്കാല്ലോ. ഇവിടെ അക്കൗണ്ട് പൈസ ഇല്ല. അങ്ങനെ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോയിട്ട് ഇപ്പൊ ഇവിടെ ഉത്സവത്തിന് 50,000 എടുക്കണം എന്ന് പറഞ്ഞാല് അത് അക്കൗണ്ട് പൈസ ഉണ്ട്, ഭണ്ണാരത്തിന്റെ പൈസ ഉണ്ട്. ഭണ്ണാരത്തിന്റെ പൈസ പാട് കിട്ടു. ഇവര് കൊണ്ടുപോയില്ല, അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. അത്രയാണ് നമുക്ക് പിൻവലിക്കാം. പിന്നെ ഇതിനെല്ലാം ചെലവുണ്ട്. ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വേണം, ഇവിടെ നിത്യച്ചെലവിന് വേണം. നിത്യതക്കില്ല പൂജ ഇല്ലേ, പൂജ ചെലവ്, അരി, ഇതെല്ലാം വേണം. വെല്ലം, മലര്, പിന്നെ ബത്തി, കർപ്പൂരം, ഇതെല്ലാം വേണ്ടേ മലര്. അപ്പൊ അതിനെല്ലാം ചെലവുണ്ടല്ലോ. ഒരു 2,000 രൂപ വരും. അത് വിഡ്രോ ചെയ്യാണെന്ന്. പിന്നെ ത്രാവാരം തൂക്കിയ ഉത്സവത്തിൽ നിന്ന് ത്രാവാരം തൂക്കിയ നമ്മുടെ ദേവസ്വം ബോർഡിലേക്ക് അത് വിറ്റിട്ട് അത് അക്കൗണ്ടിൽ അടക്കാം.
അങ്ങനെ നമുക്ക് കിട്ടും. എത്ര വ്യാപാരമുണ്ട്? എത്ര കമ്മിറ്റി ആണ് ഇത്? 13 അംഗ കമ്മിറ്റി. ഇത് മുമ്പ് രജിസ്റ്റർ, ഞാനെല്ലാം രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ ഇത് ചെയ്തില്ല, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. 13 അംഗ കമ്മിറ്റി. ഇത് മെയിൻ പൂജാച്ചൻ നടത്തുന്ന മെയിൻ പൂജായിട്ട് ഒന്നുകൊണ്ടാ ഡെയിലി നടത്തുന്നതില്? രാവിലെ അതെ ഞാൻ പറഞ്ഞു 7 മണി തുറക്കും. 7:30 ഉഷപൂജ. അത് ശരിക്കും 6 മണിക്ക് തുറക്കണ്ട. 6 മണിക്ക് ഉഷപൂജ എല്ലാം ഉണ്ടാവും. ഇവര് ഞങ്ങൾ കുറെ ദൂരല്ലേ, നായന്മാറ. അപ്പൊ അവിടെ നിന്ന് വരുമ്പോ 7 മണിയിലാണ്. അപ്പൊ 7 മണിക്ക് തുറന്നു 7:30 ഉഷപൂജ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഉച്ചപൂജ 9 മണിയാകുമ്പോൾ. ഉച്ചവരെ സമയം ചെയ്യാത്തോണ്ട് രാവിലെ ചെയ്തിട്ട് പോകുന്നത്. അതല്ല, അങ്ങനെ ചെയ്യുന്ന ഉച്ചക്ക് വേണ്ട. ഉച്ചപൂജ രാവിലെ ചെയ്യില്ല. പിന്നെ അത് പോയിട്ട് വൈകുന്നേരം ആകുമ്പോ 6 മണിയാകുമ്പോ വരും. 5:30 6 മണിയാകുമ്പോ വരും. 6 മണിക്ക് ദീപാരാധന. 6:45 അത്താഴ പൂജ. അത് 7 മണിയാകുമ്പോ അവര് പോയി. അത്രേ ഉള്ളൂ. അവര് പേര് നടത്തുന്നത് അത് ശങ്കരൻ നമ്പൂതിരി. മോൻ സ്റ്റാഫ് ഒരാളില്ല. മോൻ സഹായിക്കാൻ വരുന്നത് മെയിനായിട്ട് ശങ്കരൻ നമ്പൂതിരി അല്ലേ? അവരില്ലെങ്കിൽ മോൻ സഹായിക്കും. പ്രായമില്ലേ, അപ്പൊ മോനിങ്ങനെ സഹായിക്കാൻ വരുന്നത്. മോൻ സ്റ്റാഫ് ഒന്നുമല്ല അല്ലേ? ഞങ്ങള് ദിവസവേദന ദിവസവേദന ഇല്ല. അച്ഛൻ്റെ അത്രേ ഉള്ളൂ. ശമ്പളം കൊടുക്കില്ല. വിശേഷപ്പെട്ട ലക്ഷണം. ഇപ്പൊ ദേവസ്വം ബോർഡില് ശരിക്കും പറഞ്ഞാല് ഇവിടെ സ്ഥിരമായിട്ട് പണി നിന്നുണ്ടാ. അവര് ആടെ റെക്കടിക്കലായില്ലേ. എന്നാണ് ശാന്തിക്കാരന് ശങ്കരൻ നമ്പൂരിന്നേ ഉണ്ടാവും ഇവിടെ. അത് പിന്നെ ഇപ്പൊ എനിക്ക് പ്രായമാകുമ്പോ എന്നെ മോൻ മുതൽ ചെയ്യില്ല. ഇപ്പോൾ മോനെ അത്രേ ഉള്ളൂ. എന്നെ ചിലപ്പോ അടുത്ത അച്ഛൻ പോയിട്ടാകുമ്പോ മോനെല്ലാം ആക്കാം. ശാന്തിക്കാരനായിട്ട് പ്രദേശമാണ് ഇത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കന്നി ഇടവയറുന്ന സ്ഥലം. ഇപ്പൊ മണ്ണെടുത്തിട്ട് കുറച്ച് കാണുന്നത് നല്ല ഉയരം. ഈ ക്ഷേത്രത്തിന് അത്ര തന്നെ ഉയരം. 2 പടിഞ്ഞാറവും തെക്കും. അപ്പൊ ആ ക്ഷേത്രം നിൽക്കുന്ന നല്ല ഐശ്വര്യമുള്ള പ്രദേശത്താണ്. പ്രകൃതിയുടെ വരദാനത്തിന് അനുഗ്രഹീതമായ പുണ്യഭൂമിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് വിശേഷപ്പെട്ട ദിവസം കത്തിക്കും. ഉത്സവത്തിനൊന്ന് നിറമാല ഉണ്ടാവും. പ്രാർത്ഥന നിറമാല അന്ന് കത്തിക്കും. 2 വിളക്കും കത്തിക്കും. ഇത് അല്ല, ബലിക്കൽ മറ്റേ ഇവര് ഉത്സവത്തിനൊന്ന് വെളിച്ചോറുണ്ടെങ്കിൽ അപ്പൊ കൊറേ ദിവസം കൊടിമലാക്കി. ഇതിപ്പോ അവിടെ ഉത്സവത്തിനന്ന് പൂജിച്ച് ചോറിട്ടിട്ട് അത് വൃത്തിയായിക്കൊണ്ട് അത് ഇതെല്ലാം കാണുന്നു. അതന്നെ കൂട്ടുപൂര മണ്ഡപം. അത് ഉത്സവം നമ്മൾ തിടമ്പെഴുന്നള്ളത്ത് പോവല്ലേ, ഇവിടുന്ന് അരയാൽത്തറയ്ക്ക് പോയിട്ട് അതിലിങ്ങനെ വരും. എന്നിട്ട് വന്നിട്ട് ഇവിടെ തിടമ്പ് നിർത്തൂല്ലേ, അതിന് മുമ്പ് ഇവിടെ തിടമ്പ് വെച്ചിട്ട് പൂജ ഉണ്ട് ഈ മണ്ഡപത്തില്. പൂജ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് കൊടുത്തിട്ടാന്ന് നിർത്താം, തിടമ്പ് നിർത്താം. ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അതിങ്ങനെ പോവും, ഇങ്ങനെ ഓടിക്കൊണ്ട് പോവും. ഇവിടുന്ന് നിർത്തം ഇവിടെ ഫ്രണ്ടിൽ മാത്രമേ. ഇവിടുന്ന് അവിടത്തേക്ക് പോവും, ആടുന്ന ഇവിടത്തേക്ക്. മറ്റത് കടമ്പേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് നൃത്തം അല്ല, ആ നൃത്തത്തോട് സമാപിച്ചു ഉത്സവം. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഒരു പൂജ മണ്ഡപത്തിൽ വെച്ചിട്ട് കടമ്പീട് വെച്ചിട്ട് കഴിച്ചാൽ അത് പിന്നെ ഒന്ന് പരിപാടി നടത്താം. നമുക്ക് വെജിറ്റേറിയന് പറ്റൂല. മറ്റേ കല്യാണം നടത്താം, വെജിറ്റേറിയൻ ആയിട്ട് കല്യാണം നടത്തുന്നു. ഉണ്ടാക്കാം നമുക്ക് ഇവിടുന്ന് പന്തലിട്ട് ഉണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഉപദേവനാണ് ശ്രീ വിഷ്ണുമൂർത്തി. ശ്രീ വിഷ്ണുമൂർത്തിയുടെ കെട്ടിക്കോലം വയലില് ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം കെട്ടിയാടും. ഒറ്റക്കൊലമായിട്ടാണ് കെട്ടിയാടുന്നത്. അപ്പോൾ മീനം 26 ഏപ്രിൽ 9 അന്ന് മഴക്കാലം തുടങ്ങും. എല്ലാ വർഷവും മഴ ഉണ്ടാകും. ആ മഴ കാരണം ഇവിടുന്ന് ത്രിഡിൽ വയലിലേക്ക് ഈ ദേവനെ കൊണ്ടുപോയി കുടിയിരുത്തി. അങ്ങനെ ആ ത്രിഡിലായത്. പിന്നീട് ഇവിടെ ഒരു സ്വർണ്ണ പ്രശ്നം വെക്കുമ്പോൾ പറഞ്ഞു ഇവിടെ തന്നെ അതിന് സ്ഥാനം കൊടുക്കണം.
അങ്ങനെ ഇവിടെ ഒരു പള്ളിയറ കെട്ടി സ്ഥാനം കൊടുത്തു. ഇവിടെ 2 വർഷത്തിലൊരിക്കൽ വേൽക്കോല മഹോത്സവം കഴിക്കും. ഇവിടുന്ന് ദീപം കൊണ്ടുപോയിട്ടാണ് അവിടെ വേൽക്കോലം ഒറ്റക്കോലം കഴിക്കുന്നത് തിടില്. അപ്പൊ ഇവിടുത്തെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. അവിടെ ആ ദീപവും തിരിയും ഇവിടുന്ന് തന്നെ കൊണ്ടുപോകണം. അവിടെ ഒരു ഉപദേവനാണ് ഇവിടുത്തെ. നിങ്ങളെ വിലപ്പെട്ട സമയം നമ്മളോട് കൂടെ കൂടിയതിന് ഒരുപാട് നന്ദിയുണ്ട്. പരിചയപ്പെട്ട ഒരു സന്തോഷം. ശരി, കാണാം. നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപനാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. നിങ്ങളിപ്പോ ശ്ലോകം പാടിയിട്ടേ, അതെന്തിനാണ് പാടിയത്? അത് നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചതിനടക്ക് തെറ്റുണ്ടെങ്കിൽ ഭഗവാൻ ക്ഷമിക്കണം, ക്ഷമാപണം. അങ്ങനെ. ശരി. വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും വിജയേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിജയേട്ടൻ്റെ സമയം മാറ്റി വെച്ച് നമ്മളെ കൂടിയതിന് ഒരുപാട് നന്ദിയുണ്ട് വിജയേട്ടനോട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഒട്ടനവധി ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ശരി, മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമായിട്ട് വീണ്ടും കാണാം.